ഒരിക്കൽ മോശ തങ്ങൾക്ക് വാഗ്ദത്തമായി കിട്ടിയ കനാൻ ദേശം ഒറ്റുനോക്കാൻ 12 പേരെ അയക്കുന്നു. ആ 12 പേരും കനാൻ ദേശം ഒറ്റുനോക്കിയതിന് ശേഷം മോശയുടെ അടുക്കലേക്ക് കടന്നു വന്നു. അതിൽ 10 പേർ ഇങ്ങനെ പറഞ്ഞു, അവിടെയുള്ള പ്രതിസന്ധി വളരെ വലുതാണ്, ആ ദേശം നമുക്ക് പിടിച്ചടക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ജോഷുവ, കാലേബ് എന്നീ 2 യുവാക്കന്മാർ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവം നമ്മോട് കൂടെയുണ്ട്, നമുക്ക് ആ ദേശം എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും പിടിച്ചടക്കുവാനായിട്ട് സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, 12 പേർ പോയപ്പോൾ അതിൽ 10 പേരും പ്രതിസന്ധിയെ കണ്ട് പുറകോട്ട് മാറിയപ്പോൾ 2 പേർ ആ പ്രതിസന്ധിക്ക് നടുവിലും പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ ആ 2 പേർക്കും ആ ദേശം പിടിച്ചടക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ അല്ല കാണുന്നത്, ആ പ്രതിസന്ധികൾക്ക് നടുവിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുന്ന കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധി അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രതിസന്ധിയെ അല്ല നോക്കേണ്ടത്, ആ പ്രതിസന്ധിയുടെ നടുവിലും ജയം നൽകുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും.